ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി 1000 വർഷങ്ങൾക്ക് മുമ്പ് രചിച്ചു വെച്ച ഒരു തത്വം കേട്ടോ, ഇത് കേട്ടോ. മഹ്മാ ളഹറ മിനസ് സബീ ഖുലുഖുൻ ജമീൽ വഫിഅലുൻ മംദൂഹ് ഫയംബഗി അൻ യുക്രിമ അലൈഹി വയുജാസി അലൈഹി. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി 1000 വർഷങ്ങൾക്ക് മുമ്പ് രചിച്ചു വെച്ച ഈ തത്വം നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടോ. നിങ്ങൾ വലിയ വാപ്പ എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. 18 വയസ്സ് ആകാൻ വേണ്ടി കാത്തിരിക്കുക മക്കൾ മിഅ്റാജിന് പോകാൻ വേണ്ടി. അതുകൊണ്ട് വാപ്പയാണോ എഴുതി വെച്ചോ, രേഖപ്പെടുത്തിയോ. നിങ്ങളുടെ മക്കളുടെ ഭാഗത്ത് നിന്ന് നന്മയായ പ്രവർത്തനങ്ങളും നന്മയായ സംസാരങ്ങളും സ്തുത്യർഹമായ പ്രവർത്തനങ്ങളും നിങ്ങൾ കണ്ടാൽ, വാപ്പ കണ്ടാൽ, നല്ലൊരു നന്മ മക്കളിൽ കണ്ടാൽ, അല്ലെ നല്ലൊരു പ്രവർത്തനം നല്ല സംസാരം കണ്ടാൽ എന്ത് ചെയ്യണമെന്നറിയാം? വാപ്പ എന്ത് ചെയ്യണം? ആ പൊന്നുമോനെ നിങ്ങൾ ബഹുമാനിക്കണേ എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി മക്കളെ ബഹുമാനിക്കണം. ഫയുജാസി അലൈഹി ആ മക്കൾക്ക് സമ്മാനം നൽകണേ എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി മക്കൾക്ക് നല്ല പ്രവൃത്തിയാണ് ഇരിക്കട്ടെ, മാഷാ അല്ലാഹ്, അവനെ ബഹുമാനിക്കണം. فإن خالف ذلك بعد في الأحوال مرة واحدة. ഇനി എന്തെങ്കിലും ഒരുപാട് നന്മകൾ മക്കളിൽ നിന്നുണ്ടായി ചെറിയൊരു തിന്മ നിങ്ങൾ കണ്ടാൽ, ചെറുതായിട്ടൊരു തിന്മ കണ്ടാൽ പിന്നെ അവിടെ പൊട്ടിത്തെറിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യം ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അത് നിങ്ങളും വിട്ടുകളഞ്ഞേക്കണം. ഒരുപാട് നന്മകൾ നമ്മുടെ മക്കളുടെ ഭാഗത്തുള്ളല്ലേ, ചെറിയൊരു നന്മ, ഒളിച്ചോട്ടല്ല കേട്ടോ, ചെറിയ എന്തെങ്കിലുമൊക്കെ നന്മ കാണും, അത് നിങ്ങൾ കണ്ടില്ല എന്നടിച്ചേക്കണം. ഈ മക്കളുടെ രഹസ്യങ്ങൾ നിങ്ങൾ പരസ്യപ്പെടുത്തരുത്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി മക്കളുടെ കുറ്റം അത് ചേട്ടനോട് പറയുക, അനുജനോട് പറയാ. നമ്മൾ മനസ്സിലാക്കേണ്ട, ചേട്ടൻ നമ്മുടെ പതനം ആഗ്രഹിച്ചിരിക്കുന്നവനാണ്, നന്മയുള്ളവനൊന്നും അല്ല. അത് ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ ശത്രു ആരാണ്? നമ്മുടെ ശത്രു ആരാ? പലസ്തീന, ഇസ്രായേൽ. നമ്മുടെ ശത്രു നമ്മുടെ കുടുംബക്കാർ തന്നെയാണ്. നല്ലൊരു ക്രിസ്റ്റ കാർ എടുത്ത് നോക്കിയാൽ അപ്പൊ അറിയാം കുടുംബക്കാരുടെ തനി സ്വഭാവം. നല്ലൊരു വാഹനം എടുത്ത് നോക്കിയേ, നല്ലൊരു ഭാര്യ ഒന്ന് വീട്ടിൽ വന്ന് കയറട്ടെ, അല്ലെ നിങ്ങളുടെ മക്കൾക്ക് നല്ലൊരു വരുമാനം ഒന്ന് കിട്ടട്ടെ, പിന്നെ സമാധാനക്കേട് ആർക്കെന്നറിയാവോ? നമ്മുടെ കുടുംബക്കാർക്ക്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഏറ്റവും അസൂയ ആദ്യം തുടങ്ങുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. നമ്മൾ വിചാരിക്കും നമ്മുടെ നന്മ ആഗ്രഹിക്കും, നമ്മളെ അങ്ങ് പൊക്കി പറയും, നമ്മൾ മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് എന്നൊക്കെ പറയും. വെറുതെ ആട്ടോ, ഉള്ളിൽ വേറെയാ. നമ്മുടെ നന്മ ആഗ്രഹിക്കൊന്നും അല്ല, അത് ചോദിക്കുന്നവർക്ക് നമ്മളോട് സ്നേഹം ഉണ്ടായിട്ട് ചോദിക്കുന്നതല്ല. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ്. നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ തിന്മ എന്തെങ്കിലും വന്നാൽ അത് നിങ്ങൾ പരസ്യപ്പെടുത്തരുത്. നിങ്ങൾ ഈ പെണ്ണുങ്ങളോട് പറയണം, ഉമ്മമാരോട് പറയണം. അത് അവിടെ പറഞ്ഞ് ഇത് മകന്റെ മനസ്സങ്ങോട്ട് വെന്തുരുകയാണ് കേട്ടോ, ഉരുകയാണ്. നിങ്ങൾക്കറിയോ ജൂതന്മാരെ ഏറ്റവും കൂടുതൽ നശിപ്പിച്ച വ്യക്തി ആരെന്നറിയോ? ഹിറ്റ്ലറാണ് 90% ലോകത്തുള്ള ജൂതന്മാരെ ഇല്ലായ്മ ചെയ്ത് കൊന്ന് കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞു. അതായത് 10% മാത്രമേ ബാക്കി വെച്ചിട്ടുള്ളൂ. 90% ജൂതന്മാരെ ഇല്ലായ്മ ചെയ്തത് ലോകത്തിലെ ഏറ്റവും വലിയ നാശം വിതച്ച ആളാണ് ഹിറ്റ്ലർ. പക്ഷെ അവൻ ജൂതനെ കൊന്നു. എന്നിട്ട് ഹിറ്റ്ലർ പറഞ്ഞു, ഞാൻ എന്തുകൊണ്ടാണ് 10% പേരെ ഈ ലോകത്ത് അവശേഷിപ്പിച്ചിരിക്കുന്നത് എന്നറിയോ? എന്റെ വരും തലമുറ ഇവന്മാരാരാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ. എന്നെ കുറ്റപ്പെടുത്തരുത്, ജൂതന്മാരെ അത്ര വൃത്തികെട്ടവന്മാരാണ്. ഈ ഹിറ്റ്ലറിന്റെ വാപ്പാടെ ഉമ്മ, ഹിറ്റ്ലർ 90% ജൂതന്മാരെ കൊന്നു. അതിൽ ഏറ്റവും കൂടുതൽ കൊന്നു തള്ളിയതേ വികലാംഗരെയാണ്. തെരഞ്ഞു പിടിച്ചിട്ട് കൊന്നു വികലാംഗര. എന്തുകൊണ്ടാണെന്നറിയോ? ഹിറ്റ്ലറിന്റെ പിതാവിന്റെ ഉമ്മ ഒരു വികലാംഗ സ്ത്രീയായിരുന്നു. എന്താ പിതാവിന്റെ ഉമ്മയുടെ ജോലി എന്ന് പറയാ? ഹിറ്റ്ലർ എന്തെങ്കിലുമൊക്കെ വികൃതി കാണിക്കുമ്പോ വാപ്പ വരാൻ വേണ്ടി കാത്തിരിക്കും. ആര്? വാപ്പുമ്മ എന്നല്ലേ പറയാ, വാപ്പാടുമ്മ, വല്യുമ്മ. ആരാ?
ഈ വികലാംഗയായ സ്ത്രീ വരുമ്പോ തന്നെ, മകൻ വരുമ്പോ തന്നെ, ഹിറ്റ്ലറിന്റെ വാപ്പ വരുമ്പോ തന്നെ ഹിറ്റ്ലറിനെ കുറിച്ച് ഇങ്ങനെ മൂട്ടിക്കൊടുക്കും. ഇവൻ ഇങ്ങനെ ചെയ്തു, അങ്ങനെ. ഹിറ്റ്ലറിന്റെ വാപ്പ ഹിറ്റ്ലറിനെ എടുത്തിട്ട് അങ്ങോട്ട് അടിക്കും. ഹിറ്റ്ലറിന്റെ ജീവിതത്തിൽ ഏറ്റവും വൈരാഗ്യമുള്ള സ്ത്രീയായിരുന്നു അവരുടെ വാപ്പുമ്മ. മറക്കതൊന്നും പറയണ്ട, വാപ്പുമ്മ. അതുകൊണ്ട് ഹിറ്റ്ലർ കൊന്നു തള്ളിയപ്പോ ഏറ്റവും കൂടുതൽ തെരഞ്ഞു പിടിച്ചത് വികലാംഗരെയാണ്. കാര്യം ഈ മാതാവ് മനസ്സിരിക്കാൻ ഇവര് മൂട്ടിക്കൊടുത്ത് ഒരു ചെറിയ ചെറിയ പ്രവർത്തനം കിട്ടുമ്പോ ഉമ്മമാര് കൈകാര്യം ചെയ്യേണ്ട വിഷയം ഉമ്മമാര് തന്നെ അവിടെ സോൾവ് ചെയ്യണം. അത് വാപ്പാട് പറയാൻ നിൽക്കണ്ട. വാപ്പ കൈകാര്യം ചെയ്യേണ്ട വിഷയം വാപ്പ തന്നെ പരമാവധി ആ ചെറിയ വീടിന്റെ ഉള്ളിൽ തീർക്കേണ്ട വിഷയം പുറത്തേക്ക് രഹസ്യങ്ങൾ പറയരുത്. മക്കളുടെ രഹസ്യങ്ങൾ പറയരുത്. ഈ മക്കൾ വളർന്നു വലുത് ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടവനാണ്. വാപ്പ ഇങ്ങനെ രഹസ്യങ്ങൾ പറഞ്ഞാൽ ഭാവിയിൽ വാപ്പാക്കിട്ട് പണിതവനാണെന്ന് നാട്ടുകാർ പറയും. അതുകൊണ്ട് രഹസ്യം പറയും.